ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ട് സന്തോഷമൊക്കെ ആയിട്ടിരിക്കുന്നു വിചാരിക്കണം. നമ്മളിവിടെ അടിപൊളിയായിട്ട് ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ ഇന്ന് അമ്മ തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം ഒരു 10 ദിവസം അടുപ്പിച്ച് നിൽക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ അമ്മ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും വരുമ്പോഴത്തേക്കും 3-4 ദിവസം നിന്നിട്ട് പെട്ടെന്ന് അവർ തിരിച്ചു പോകാറുണ്ട്. പിന്നെ അച്ഛനില്ലാണ്ട് അമ്മ വരാറുമില്ല. നമ്മൾ ശബരിമലയ്ക്ക് പോവാണല്ലോ. അപ്പോൾ പക്ഷികൾ പറന്നു പോകുന്നു. വൈകുന്നേര സമയമാണ്, അതുകൊണ്ടാണ്. അപ്പം കൊക്കാണ് കേട്ടോ, കൊച്ചി ഉണ്ടാവില്ലേ, കൊക്ക്, അതാണ് കേട്ടോ. അങ്ങനെ കൂട്ടമായിട്ട് പറന്നു പോകുന്നു. അപ്പം ഞാൻ വീഡിയോ എടുത്താലും അതിനെ കിട്ടില്ല, ദൂരെ പോയി. ഓക്കെ, എനിക്കിങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഡൈവേർട്ടായി പോയതാണ് എൻ്റെ കാഴ്ച. ഇങ്ങനെ കണ്ണിങ്ങനെ പോയതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു വന്നേ, ഒരു 4-5 ദിവസം അച്ഛൻ്റെ കൂടെ വന്നാലും ഒരു 4 ദിവസത്തിലും കൂടുതൽ എൻ്റെ അമ്മ ഇവിടെ നിൽക്കാറില്ല കേട്ടോ. ഇപ്പം ഇതിപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യം വന്ന കാരണം കൊണ്ടാണ് ഒരു 10 ദിവസം നിന്നത്. അപ്പം മുന്നേ വന്നു, കഴിഞ്ഞ ദിവാലിക്ക് മുന്നേ ഉള്ള ആഴ്ചയാണ് വന്നത്. പിന്നെ ഇപ്പം ദിവാലിയും കഴിഞ്ഞ് ഒക്കെയാണ് പോകുന്നത് കേട്ടോ. പക്ഷെ നമുക്ക് പുറത്തു പോകാനോ അങ്ങനെയൊന്നും പറ്റുമെന്നില്ല, ഇങ്ങനത്തെ ഒരു സാഹചര്യമായ കാരണം കൊണ്ട്. അപ്പം അങ്ങനെ അമ്മ ഇന്ന് തിരിച്ചു പോവാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഈവനിങ് വ്ളോഗ് ആയിക്കോട്ടെ, ഞാൻ എന്തായാലും ചെടിയൊക്കെ ഒന്ന് നനയ്ക്കണം. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ഇൻട്രോ പെട്ടെന്ന് എടുക്കാന്ന് വെച്ചാൽ ഇവിടെ പെട്ടെന്നാണ് ഇരുട്ടാവുന്നത്. ഇനിയിപ്പോൾ തണുപ്പിൻ്റെ സമയമാണല്ലോ, അപ്പോൾ പെട്ടെന്ന് ഇരുട്ടാവും കേട്ടോ. ഞാനപ്പോൾ നമ്മുടെ ചെടിയൊക്കെ ഒന്ന് നനയ്ക്കാൻ വേണ്ടിയിട്ട് മേലേക്ക് കയറി വന്നതാണ് കേട്ടോ. അപ്പോൾ ചില ദിവസങ്ങളിൽ നമ്മൾ രാവിലെ നനച്ചാലും വൈകുന്നേരത്തേക്ക് ഡ്രൈ ആയിട്ട് ഇരിപ്പുണ്ടായിരിക്കും മണ്ണൊക്കെ. ഭയങ്കര വെയിലായിരിക്കും കേട്ടോ ചില ദിവസങ്ങളിൽ. അപ്പോൾ രാവിലത്തെ വെള്ളം കൊടുത്തതൊന്നും അവർക്ക് തികയാതെ വരും. അപ്പോൾ വൈകുന്നേരം നനച്ചു കൊടുക്കേണ്ടി വരും. അപ്പം എങ്ങനെ പോയാലും വൈകുന്നേരം ഞാനൊന്ന് കയറി നോക്കാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ട് ഒരു 10-20 ചെടിയൊക്കെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പ്രശ്നമില്ല. പക്ഷെ ഇതുപോലെ ഒരുപാട് ചെടി വളർത്തുന്നവർക്ക് ഒരു ദിവസം പോലും ഇവിടെ പണിയില്ലാണ്ടിരിക്കില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ കാണും ചെയ്യാനായിട്ട്. നമ്മൾ വിചാരിക്കും വെറുതെ വെള്ളം നനച്ചു കൊടുത്തിട്ട് വരാം എന്നൊക്കെ വിചാരിച്ച് കയറിയാലും എന്തെങ്കിലും ഒരു കള പറിക്കാനോ അല്ലെങ്കിൽ ഒരു കൊമ്പ് വെട്ടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വൃത്തിയാക്കാനോ ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് വീഡിയോ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇങ്ങനെ ഇങ്ങോട്ട് കയറി വന്നപ്പോഴത്തേക്കും എനിക്ക് ഇവിടെ ഒരു പണി ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യ പണി ഞാൻ അങ്ങ് തീർത്തപ്പോഴാണ് എനിക്ക് തോന്നിയത് പിന്നെ അമ്മയും പോവല്ലേ, അപ്പം അതൊരു വ്ളോഗ് ആക്കാം എന്ന് വിചാരിച്ചത് കേട്ടോ. പണി വേറെ ഒന്നല്ല, എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നമുക്ക് 10 ചെടി ഉണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു പണി എല്ലാ ദിവസവും ചെയ്യാനായിട്ട് കാണും. നമ്മൾ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ ശരിയാക്കി കൊണ്ടുവരുമ്പോൾ മറുഭാഗത്ത് ഇങ്ങനെ പണി എന്തെങ്കിലും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും ചെടിക്ക്. അല്ലാതെ നമുക്ക് വെറുതെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ തീരുന്നതല്ല കേട്ടോ ഈ ചെടി പരിപാലനം എന്ന് പറയുന്നത്. നല്ല പണിയാണ്, അത്യാവശ്യം നല്ല പണി ഉണ്ടായിരിക്കും. അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ വെള്ളം ഒഴിക്കാൻ വന്നപ്പോഴത്തേക്കും ബഗ്സ് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒരു ചെടീനെ. ഇനിയിപ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ അത് മറ്റുള്ള ചെടികളിലേക്ക് സ്പ്രെഡ് ആവും, എല്ലാ ചെടികളും നശിക്കും. പിന്നെ ഇപ്പൊ നമ്മളെ ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിലോട്ടൊക്കെ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ശരിയാക്കാണ്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇവിടെ ഒറ്റ ചെടിയും കാണില്ല, എല്ലാത്തിനും പണികുറ്റം കഴിയും. അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ പെട്ടെന്ന് അതൊന്ന് കട്ട് ചെയ്തെടുത്തു. നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തോന്നുമായിരിക്കും അല്ലേ, ചെടി വെച്ചാൽ വെറുതെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, അതങ്ങ് വളർന്നു കിട്ടും എന്നുള്ളത്. പക്ഷെ അത് അങ്ങനെയല്ല കേട്ടോ, നമുക്ക് നല്ല പണിയുണ്ടായിരിക്കും. അപ്പൊ ഗാർഡനിങ് എന്ന് പറയുന്ന ഒരു കാര്യത്തിനോട് ഇഷ്ടമുണ്ടെങ്കിൽ പണിയെടുക്കാൻ തയ്യാറായിട്ടുള്ളവർ അതിലേക്ക് ഇറങ്ങി തിരിച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്ക് അഭിപ്രായം പറയാലോ, പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലല്ലോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടായിരിക്കും എല്ലാ ദിവസവും. നമുക്ക് വെള്ളം നനച്ചു കൊടുത്തോണ്ട് മാത്രം ചെടി വളരില്ല, അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ അതേ കുറച്ച് ദിവസമായിട്ടുള്ള അതിനങ്ങ് ഫീഡ് ചെയ്തിട്ട്, അതായത് നമ്മൾ മരുന്നൊക്കെ ഇട്ട് കൊടുത്ത് ഫെർട്ടിലൈസറൊക്കെ കൊടുത്തൊന്ന് ശരിയാക്കിക്കൊണ്ട് വരികയാണ്. ഒരു 15 ദിവസം എടുക്കും അതിനൊരു മാറ്റമൊക്കെ വന്ന് അതിനൊന്ന് ഫ്രഷ്നെസ് ഒക്കെ കാണാനായിട്ടിട്ട്. പക്ഷെ അപ്പോഴത്തേക്ക് അപ്പുറത്തു നിന്ന് ബഗ്സ് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ഈ ഒരു സീസൺ ചേഞ്ച് ആവുന്ന സമയത്തില്ലേ, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്, സത്യമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു സീസണിൽ നിന്ന് അടുത്ത സീസണിലേക്ക് മാറണ സമയത്താണ് കൂടുതലും ബഗ്സ് വരുന്നത് കേട്ടോ. അപ്പൊ ഇപ്പൊ മഴ കഴിഞ്ഞ് മഴയേറെ സമയത്തൊക്കെ നല്ലോണം ബഗ്സ് ഉണ്ടായിരുന്നു. അതിനെയൊക്കെ ഒന്ന് തല്ലിക്കൊന്ന്, അതായത് സ്പ്രേ ഒക്കെ ചെയ്ത് കത്തിനും കൊന്നടുക്കി ചെടിയൊക്കെ ഒന്ന് നന്നായി വരുമ്പോഴത്തേക്കും ഇപ്പം സീസൺ ചേഞ്ച് ആവാണ്. ഇനിയിപ്പോ തണുപ്പ് കാലമാണ്, ഇനിയിപ്പോ നല്ല രസമാണ് കേട്ടോ. ബാംഗ്ലൂരും നല്ല തണുപ്പായിരിക്കും. അപ്പൊ അതിന്റെ ഒരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുക, മഞ്ഞും തണുപ്പിന്റെ ഒക്കെ. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഇപ്പം പെട്ടെന്ന് ബഗ്സ് കുറെ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി അത് നശിപ്പിച്ച് കളഞ്ഞില്ലെങ്കിൽ, ഞാൻ സ്പ്രേ ചെയ്താലും ആ ചെടി രക്ഷപ്പെടില്ല, അത്രയും ആയിട്ടുണ്ട്. ഞാൻ അതിനകത്ത് ഇങ്ങനെ പൂ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും ദിവസം ഞാനത് കട്ട് ചെയ്ത് മാറ്റാഞ്ഞത്. അപ്പം ആ പൂക്കൾ ഉണ്ടായിട്ടൊന്ന് തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്തത്, അല്ലാണ്ട് ഞാൻ കാണാഞ്ഞിട്ടൊന്നല്ല കേട്ടോ. ബഗ്സിന്റെ വിചാരം ഞാൻ കാണാഞ്ഞിട്ടാണെന്നാണ്. ആ ചെടി ഓൾറെഡി അറ്റാക്ക് ചെയ്ത് ഇരിപ്പുണ്ടായിരുന്നു, കുറച്ചായിരുന്നു. ഇപ്പൊ പക്ഷെ പെട്ടെന്ന് 2-3 ദിവസം കൊണ്ട് കുറെ ആയി കേട്ടോ, കുറെ ആയി, അത് ഫുൾ സ്പ്രെഡായി. പിന്നെ അടുത്ത ചെടിയിലേക്ക് പകരും.
അതിന് മുന്നേ അയ്യോ ഒരുപാട് കൊക്കുകൾ പറന്നു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്തതാണ്. അപ്പോഴാണ് ഞാൻ ഫോൺ എടുത്തുകൊണ്ട് വന്നത്, പെട്ടെന്ന് ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാൻ പാതി കട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്താ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് കേട്ടോ. ഈ ചെടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മുടെ ശംഖുപുഷ്പത്തിന്റെ ചെടിയാണ് കേട്ടോ. ഇത് ഞാൻ ഇത്രയും കട്ട് ചെയ്ത് മാറ്റി, ഇനിയുണ്ട് കട്ട് ചെയ്യാനായിട്ട് കേട്ടോ. ഒരുപാട് പൂക്കൾ നമുക്ക് തന്നൊരു ചെടിയായിരുന്നു കേട്ടോ ഈ ശംഖുപുഷ്പം. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം ഒന്നൊഴിയാതെ എല്ലാ കൊമ്പുകളും വെട്ടിയിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതിന് മാത്രം ഉണ്ടായിരുന്നു കേട്ടോ. ഈ വൈറ്റ് കളറിൽ കാണുന്നതാണ് ബഗ്സ്. ഇത് മീലി ബഗ്സും വേറെ എന്തും കൂടിയിട്ടാണ് കേട്ടോ ഇതിനെ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് മുഴുവനായിട്ട് എടുത്തു കളഞ്ഞത്. പക്ഷേ നമ്മുടെ കയ്യിൽ സീഡ് ഇട്ടിട്ട് വേറെയും പ്ലാന്റ്സ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വിഷമിക്കാനൊന്നുമില്ല. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ വേറെ പ്ലാന്റ്സ് വലുതായി വന്നോളും. ഇനി അടുത്ത പ്രോബ്ലം ഞാൻ കാണിച്ചു തരട്ടെ. ഇത് നമ്മുടെ ജമന്തി തന്നെയല്ലേ ഇതിൻ്റെ പേര്? ഗോഡ്, ഇതിലും ഇതേ ബഗ്സ് വരാൻ തുടങ്ങി കേട്ടോ. അപ്പം ഇതിനെന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഇത് കണ്ടോ, എൻ്റെ 4 വെറൈറ്റി ഉണ്ട് കേട്ടോ. മഞ്ഞ, ഓറഞ്ച്, വയലറ്റ്, പിന്നെ പർപ്പിളാണ്, പിന്നെ ഒരു വൈറ്റ്. ഇങ്ങനെ 4 കളേഴ്സിലാണ് നമ്മുടെ ഈ ജമന്തിയുടെ പൂക്കൾ ഉള്ളത്. ജമന്തി ആണോ? ജമന്തി തന്നെ അല്ലേ. ഓക്കെ. അപ്പോൾ ഈ പൂവിന് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടില്ല, ഈ ചെടിക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിങ്ങനെ പൂവൊക്കെ ഉണ്ടായി നല്ല ഭംഗിയിൽ വിരിഞ്ഞ് വരുന്ന സമയത്ത്, പൂ വിരിഞ്ഞൊരു 10 ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ ഡ്രൈ ആവാനായിട്ട് തുടങ്ങും. ഇതിങ്ങനെ കരിഞ്ഞു പോകും കേട്ടോ. കുറേ മുട്ടിനൊന്നും വിരിയാൻ തന്നെ പറ്റാറില്ല, പെട്ടെന്ന് കരിഞ്ഞു പോകും. കുറേ നാളുകളായിട്ട് ഇങ്ങനെയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തന്നോളൂ. എനിക്കറിയാത്തതുകൊണ്ടാണ് ഞാൻ ഇതിനൊന്നും ചെയ്യാത്തത്. പക്ഷെ ഇതിന് മുളകൾ ഒരുപാട് വരും കേട്ടോ. ഇതിനകത്ത് നിറച്ച് മുളകൾ വന്നിട്ടുണ്ട്. മഞ്ഞയും കണ്ടോ, വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്കും ചെടി കരിഞ്ഞു നന്നായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാല്ലാണ്ട് വേറെ എനിക്കൊന്നും അറിയില്ല കേട്ടോ, വേറെ എന്ത് ചെയ്യണം എന്നുള്ളത്. ഞാനിങ്ങനെ ഇലകൾ പൊഴിച്ച് കളഞ്ഞിട്ടും കാര്യമില്ല, നിറയെ കരിയാൻ തുടങ്ങി. മുന്നേ എങ്ങനെയായിരുന്നു അറിയാം, ഇതുപോലെ ഗ്രീൻ കളറിൽ നന്നായിട്ട് ചെടി വളർന്നു വന്നിട്ട് നിറയെ മുട്ടുകൾ ഇതുപോലെ വരുന്നതാണ് ഇതിനും. പക്ഷെ ഇതും ഈ പറഞ്ഞ പോലെ കുറച്ച് കഴിയുമ്പോൾ കരിയും കേട്ടോ. പൂ വിരിയാൻ തുടങ്ങുമ്പോഴത്തേക്കും കരിയാൻ തുടങ്ങും. എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് വേറൊരു പ്രശ്നമാണ്. പക്ഷെ ഇപ്പം ഞാനത് കട്ട് ചെയ്യില്ല. ഈ പൂ വിരിഞ്ഞിക്കല്ലേ, കട്ട് ചെയ്യില്ല കേട്ടോ. ഇതെല്ലാം ഇനി ഡ്രൈ ആവണ സമയത്ത് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കും. ഇതാണ് ജമന്തിയുടെ അവസ്ഥ കേട്ടോ. ഇവിടെ ഇങ്ങനെ കുറേ പ്രശ്നമുണ്ട്. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് എന്താ പറയുക, നമ്മുടെ തുളസി ചെടി കേടാവാൻ തുടങ്ങിയപ്പോൾ അത് പറിച്ച് കളഞ്ഞിട്ട് പുതിയത് നട്ടു കൊടുത്തതാണ്. പിടിച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെയാണ് ഇവിടുത്തെ പുതിയ പ്രശ്നങ്ങൾ. ഇനി ചെടി വെള്ളം നനച്ചു കൊടുക്കട്ടെ. വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന സമയം കഴിഞ്ഞ് 6 മണി കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 6 മണിയാകുമ്പോൾ ചെടികൾ ഉണരുന്ന സമയം, രാവിലെ സൂര്യൻ ഉദിക്കുന്ന ആ ഒരു വല്ലാണ്ട് വെയിലുള്ള സമയത്തിന് മുന്നേ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതുപോലെ വൈകുന്നേരം 6 മണിക്ക് മുന്നേ വെള്ളം ഒഴിച്ച് കൊടുക്കണം. 6 മണി കഴിഞ്ഞ് ഇവർ ഉറങ്ങും കേട്ടോ. ഇവർക്ക് ഉറക്കമൊക്കെ ഉണ്ട്. ഇവർ ഉറങ്ങും. ഇതിൻ്റെ ഇലകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. രാവിലെ നല്ല ഇലകളും ഇങ്ങനെ വിരിഞ്ഞിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവും. വൈകുന്നേരം ആവും തോറും ഇലകൾ ഇങ്ങനെ കൂമ്പാൻ തുടങ്ങും. കുറച്ചിങ്ങനെ ഇങ്ങനെ ഒന്ന് ഒതുങ്ങും. അതിനർത്ഥം അവർ ഉറങ്ങാൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 6 മണിക്ക് മുന്നേ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇവിടെ ഏകദേശം ഇരുട്ട് വന്ന് തുടങ്ങി. ഇത് ജസ്റ്റ് ഞാൻ കാണിച്ചതാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട് എന്നുള്ളത് കേട്ടോ. ഇതാണ് നമ്മുടെ ജമന്തി പൂ. മഞ്ഞ, ഓറഞ്ച്, വയലറ്റ്, വെള്ളപ്പുറത്താണ് കേട്ടോ ഞാൻ കാണിച്ചത്. DAP ഇട്ട് കൊടുത്ത് ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കണ്ടോ, നല്ല ഇലകളും നിറയെ പൂക്കളൊക്കെ വരാൻ തുടങ്ങി. ഈ റോസൊക്കെ കേട വന്ന പോലെ ആയതായിരുന്നു. പക്ഷേ ഇപ്പോൾ സർവൈവ് ചെയ്ത് നല്ലോണം വളരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. DAPയുടെ ഗുണം ഇതാണ്. ഇതുകൊണ്ടാണ് ഞാൻ DAP ഇട്ട് കൊടുക്കാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഇതാണ് നമ്മുടെ കയ്യിലുള്ള വൈറ്റ് ജമന്തി പൂവ് കേട്ടോ. അപ്പോൾ DAPയോ അല്ലെങ്കിൽ NPKയോ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കേട്ടോ. രണ്ടും നല്ലതാണ്, രണ്ടിനും ഗുണങ്ങളുണ്ട്. അപ്പോൾ ഏതാ അവൈലബിൾ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അതിപ്പോൾ വെജിറ്റബിൾസിനാണെങ്കിലും പൂക്കളുണ്ടാകുന്ന ചെടികൾക്കാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. തൽക്കാലം ഞാൻ എന്താ പണികളൊക്കെ നിർത്തി ചെടിക്ക് വെള്ളമൊഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവരെങ്ങനെ തൊട്ട് തലോടി, ചിലപ്പോൾ ഞാൻ മൊബൈലിൽ പാട്ടൊക്കെ വയ്ക്കും. അപ്പോൾ അങ്ങനെ നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ ഇവരായിട്ട് നിലനിർത്തണം കേട്ടോ. അപ്പോഴാണ് അവർ തിരിച്ച് നമ്മുടെ അടുത്ത് ആ സ്നേഹം കാണിക്കുള്ളൂ. അതിപ്പോൾ പൂക്കളുടെ രൂപത്തിലാണെങ്കിലും അവർ വളർന്ന് പന്തലിച്ച് പോകുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നില്ലേ, നമ്മൾ വളർത്തുന്നതല്ലേ. അപ്പോൾ അതാണ് അവർ തിരിച്ച് നമ്മളോട് കാണിക്കുന്ന സ്നേഹം കേട്ടോ. ഇതിനെല്ലാം ജീവനുണ്ട്, അതെപ്പോഴും ഓർമ്മയിൽ വേണം. അതുപോലെ ഓവർ വാട്ടറിങ്ങും പാടില്ല. ഓവർ വാട്ടറിങ് ചെയ്താലും ചെടി കേടാവും കേട്ടോ. എന്തും ആവശ്യത്തിന് മാത്രമേ ചെയ്യാനായിട്ട് പാടുള്ളൂ. അങ്ങനെ ഇന്നത്തെ കലാപരിപാടികൾ അവസാനിപ്പിച്ച് സൺസെറ്റും കണ്ട് താഴെ വന്ന് ഞാൻ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ചു വരുന്നപ്പോഴത്തേക്ക് ഇവിടെ ആമസോണിൽ നിന്ന് ഒരു ഐറ്റം വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്തതാണ് കിച്ചണിലേക്ക്. അപ്പോൾ ഞാനൊരു കൗണ്ടർ ടോപ്പിൽ നമ്മളൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് ഒരു 2 ടയർ സ്റ്റാൻഡായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത് കേട്ടോ.
ഇതൊരു വുഡൻ സ്റ്റാൻഡാണ്, 2 ടയർ സ്റ്റാൻഡാണ്. അപ്പോൾ ഏത് വുഡാണ് ഉപയോഗിച്ചിരിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇത് മാവിൻ്റെ തടി വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് കേട്ടോ. പിന്നെ നമ്മൾ തന്നെ ഇത് അസംബിൾ ചെയ്തൊക്കെ എടുക്കണം. ഇതിനകത്ത് ടൂൾസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ഇതേ ഒരു സ്റ്റാൻഡിൻ്റെ സൈഡ് വശം ഇങ്ങനെ ടൈറ്റ് ചെയ്തപ്പോഴത്തേക്കും അത് ബുഷായിരുന്നു. ഇതിൻ്റെ അടിയിൽ ബുഷ് വയ്ക്കാനായിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഇതുപോലെ സ്ക്രൂ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ബുഷ് എടുത്ത് താഴത്തേക്ക് വെച്ചു, തെറ്റിയിട്ടതാണ് മേലെ ഭാഗത്തേക്ക്. അത് കാരണം കൊണ്ട് തന്നെ ഇത് സ്ലിപ്പ് ആവുക ഒന്നുമില്ല കേട്ടോ. ഇപ്പം നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെച്ചാലും അവിടെ ഒരേ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഒരു സ്ഥലത്ത് ഇത് സ്റ്റഡി ആയിട്ട് ഇരുന്നോളും. ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ ഈ സംഭവം. അപ്പോൾ അടിഭാഗം നമ്മൾ അടി 2 തട്ടാണുള്ളത്. അപ്പോൾ താഴത്തെ ആദ്യത്തെ തട്ട് വെച്ചിട്ട് മേലെ നോക്കിയപ്പോഴത്തേക്കും എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി. ഇത് ശരിയാവാത്ത പോലത്തെ ഒരു ഫീല്. അപ്പോൾ നമ്മൾ വീണ്ടും അഴിച്ച് ചെറിയ തട്ടിനെ മേലെ ഭാഗത്ത് സ്ക്രൂ ചെയ്ത് മുറുക്കി വെച്ചു കേട്ടോ. അപ്പോൾ അത് കറക്റ്റായി. എന്നിട്ടാണ് താഴത്തെ തട്ട് വെക്കേണ്ടത്. നമ്മളിങ്ങനെ ചെയ്താണല്ലോ ഓരോന്ന് പഠിക്കുന്നത്. എന്നാലും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. അപ്പോൾ എന്നിട്ടാണ് നമ്മൾ താഴത്തെ തട്ട് വെച്ച് കൊടുത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ചപ്പോഴത്തേക്കും കറക്റ്റായിട്ട് വന്നു. അല്ലെങ്കിൽ നമുക്കുണ്ടല്ലോ ഇത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെ ഫീൽ ചെയ്തായിരുന്നു. അത് നമ്മൾ ചെയ്ത തെറ്റ് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല എലഗൻറ്റ് ലുക്കാണ് കേട്ടോ കിച്ചണിലേക്ക് വരുന്നത്. നല്ല രസമുണ്ട്, നല്ല സ്റ്റഡിയും ആണ്, ലൈറ്റ് വെയ്റ്റും ആണ്, നല്ല സ്പേഷ്യസും ആണ്, നല്ല ക്വാളിറ്റിയും എനിക്ക് ഫീൽ ചെയ്യുന്നു കേട്ടോ. നല്ല ഉറപ്പുള്ള സാധനമാണ് കേട്ടോ. അതൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും ദേ അമ്മ പോകാനുള്ള നേരമായിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റ് കൊണ്ട് ശരത്തരൻ ഡ്രസ്സ് മാറി അമ്മേനെ ദേ കൊണ്ടാക്കാനായിട്ട് പോവാണ്. അമ്മ അവളുടെ കയ്യിൽ കൊടുത്ത പൈസയാണ് കേട്ടോ തനുക്കുട്ടി വേണ്ട എന്ന് പറയുന്നത്. എല്ലാ പ്രാവശ്യം അച്ഛനമ്മയും വന്നിട്ട് പോകുമ്പോഴത്തേക്കും അവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചോളാൻ പറഞ്ഞിട്ട് 2 പേരെ കയ്യിലും പൈസ കൊടുക്കാറുണ്ടായിരുന്നു. ഇത്തവണ മാത്രം എന്താണോ അവൾ വേണ്ടെന്ന് പറയുമായിരുന്നു കേട്ടോ. എന്നാലും അമ്മ അത് കൊടുത്തിട്ട് പോയി. അപ്പോൾ അമ്മ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ കണ്ടോ ബ്ലെസ്സിങ് ഒക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ അമ്മ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തനുക്കുട്ടിയോട് ചോദിച്ചേ എന്താ മോൻ അമ്മാനെ പൈസ തന്നപ്പോൾ വേണ്ടാന്ന് പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറയുകയാണേ, അമ്മാനെ തന്നെയല്ല വന്നത്, തന്നെ ദാതര കൂടി ഇല്ലാണ്ട് വരുമ്പോൾ പൈസ ഇല്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് തിരിച്ചു കൊടുത്തതാണെന്ന് കേട്ടോ. അത്രയും ചിന്തിക്കാനുള്ള വലിപ്പമായോ എൻ്റെ കുഞ്ഞിനെന്ന് ഞാൻ ഓർത്തു പോയി. അപ്പോൾ ദേ അമ്മ ദേ അങ്ങനെ പോവാണ്. 10 ദിവസം ഇവിടെ വന്ന് നിന്ന് ദേ അമ്മ പോകുന്നു കേട്ടോ. ഇനിയിപ്പോൾ എന്താണെങ്കിലും ഒരു 2 ആഴ്ചയുടെ ഉള്ളിൽ നമ്മൾ അങ്ങോട്ടേക്ക് പോകേണ്ട സമയമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് വിഷമമൊന്നുമില്ല, 2 ആഴ്ച കഴിഞ്ഞാൽ കാണാലോ എന്നുള്ള സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്മ പോയി. അപ്പോൾ ഞാൻ ദേ നമ്മുടെ ആ ഒരു സ്റ്റാൻഡിനെ ദേ ബാക്കിൽ കോർണറിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് നിങ്ങൾക്ക് കാണുമായിരിക്കും. മുന്നേ ഞാനിവിടെ ഒരു വുഡന്റെ ട്രേ വെച്ചിട്ട് നമ്മുടെ ഈ ടീ കോഫി പൗഡറൊക്കെ അതിൻ്റെ ഉള്ളിലാണ് വെച്ചിരുന്നത്. ഈ ഒരു സ്പേസ് മൊത്തം കവർ ചെയ്തായിരുന്നു ആ സമയത്ത് കേട്ടോ. നമുക്ക് ഇവിടെ കുറെ പിന്നെ ഇനിയിപ്പോൾ ചോറും കൂട്ടാനൊക്കെ വെക്കുമ്പോൾ രാവിലെ അതിൻ്റെയൊക്കെ സാധനങ്ങളൊക്കെ ഇവിടെയൊക്കെ വരും. അപ്പോൾ എനിക്ക് ഒട്ടും സ്പേസ് ഇല്ലാത്ത പോലത്തെ ഒരു ഫീൽ ആയിരുന്നു കേട്ടോ. ഭയങ്കര എന്താ പറയുക, ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് അങ്ങനെ കുത്തി നിറച്ച് വെച്ചിട്ടുള്ള ഒരു ഫീൽ ആയിരുന്നു. ഇപ്പം ഈ സാധനം വന്നപ്പം എത്ര സാധനങ്ങൾ ആ സ്റ്റാൻഡ് മേലേക്ക് പോയതെന്ന് നോക്കി. ആ ഒരു സ്പേസ് നല്ലപോലെ സ്പേഷ്യസ് ആയി. ഇനി നമുക്കവിടെ എന്ത് വേണമെങ്കിൽ വെച്ചാലും നമുക്ക് അങ്ങനെ കുറേ സ്ഥലം നഷ്ടപ്പെട്ടു എന്നുള്ള തോന്നല് വലിയ നല്ല രസമുണ്ട് കാണാൻ, നല്ല ലുക്ക് ഉണ്ട് കേട്ടോ അത് കാണാൻ. ഞാൻ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ നീക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ആ ഭാഗത്തേക്ക് മാറ്റണമെങ്കിൽ മാറ്റാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാനിപ്പോൾ തൽക്കാലം ആ ഒരു സ്പേസ് ഫ്രീ ആക്കി വിട്ടിട്ട് ഇതിനെ അങ്ങോട്ടേക്ക് നീക്കിയെന്നുള്ളപ്പോൾ കുറച്ചും കൂടി സ്പേഷ്യസ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഇഷ്ടപ്രകാരം അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കൊക്കെ മാറ്റി വയ്ക്കാം. പക്ഷെ ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിലും അതിൻ്റെ ഒരു ഭംഗി നോക്കുകയാണെങ്കിലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ മുന്നേ വാങ്ങിച്ച ബ്ലാക്ക് 2 ടയറിന്റെ സ്റ്റാൻഡിനെ കഴിഞ്ഞും ഭംഗി ഇതിനാണ് കേട്ടോ. വിലയും കൂടുതൽ ഇതിന് തന്നെയാണ്. എന്നാലും ഞാൻ പറയാണ്, കാണാനായിട്ട് നല്ല രസം കേട്ടോ. ഇനി കുറച്ച് അടുത്തേക്ക് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഒരു ചെടിയൊക്കെ അവിടെ കൊണ്ടുവച്ച് സ്റ്റാൻഡിന്റെ അവിടെ വെക്കാനായിട്ട് സ്പേസ് ഉണ്ട് കേട്ടോ. നല്ല ഭംഗി ഉണ്ടായിരിക്കും കാണാനായിട്ട്. വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അതൊക്കെ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ചെയ്യാം. അപ്പം തൽക്കാലം ഇവിടെ വെച്ചിരിക്കുക. കുറച്ച് തിരക്കുണ്ട്, അവിടേക്ക് പോകണം എനിക്ക്. അതിന് മുന്നേ സ്റ്റാൻഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ച് നമ്മുടെ ഐറ്റംസ് ഒക്കെ അതിൻ്റെ പുറത്തേക്ക് കയറ്റി വെച്ചതാണ്. പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരും വേണമല്ലോ.
അല്ലേ? അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു സ്റ്റാൻഡ് വാങ്ങാൻ പ്ലാൻ ഉള്ളവർ നിങ്ങൾ ധൈര്യമായിട്ട് ഇത് വാങ്ങിച്ചോളൂ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2219 രൂപയാണ്. ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ആർക്കെങ്കിലും ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻസിൽ പറഞ്ഞാൽ മതി, ഞാൻ ലിങ്ക് അയച്ച് തന്നേക്കാം കേട്ടോ. നല്ല സ്റ്റൈലിഷ് എലഗൻറ്റ് ലുക്കുള്ള, ഇതിപ്പോൾ കിച്ചണിൽ നിന്നല്ല, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. പ്ലാന്റ് സ്റ്റാൻഡായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം, ഓഫീസ് സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാം, മൾട്ടി പർപ്പസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള 2 ടയർ സ്റ്റാൻഡാണ്. നല്ല അടിപൊളി ക്വാളിറ്റിയാണ് കേട്ടോ. നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ. ഇനിയിപ്പോൾ ഡിന്നറിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇത് ടൊമാറ്റോ ചമ്മന്തിയാണ്. അപ്പോൾ ചട്നിന്നോ ചമ്മന്തിന്നോ എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ. അപ്പോൾ ഇതിൽ 2 തക്കാളി, ഒരു ചെറിയ സവാള, വെളുത്തുള്ളി, ഒരു ഇഞ്ചിയുടെ കഷ്ണം, പിന്നെ കറിവേപ്പില, ഇത്ര ഐറ്റംസ്. പിന്നെ വറ്റൽമുളകില്ലേ, അത് കശ്മീരി ചില്ലിയുടെ എരിവില്ലാത്തതാണ് ചേർത്തിരിക്കുന്നത്. ഒരെണ്ണം ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ദോശമാവ് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മളിതാ ക്യാരറ്റ്, സവോള, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളക്, പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ബീൻസൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൊത്തി അരിയണം, അല്ലെങ്കിൽ ഇതുപോലെ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തിട്ട് എടുക്കണം. നല്ല ചെറിയതായിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഈ ദോശമാവിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നമുക്കങ്ങനെ ഒഴിക്കാൻ പാകം ഉള്ള ഒരു കണക്ക് കേട്ടോ. അപ്പോൾ ഇത് എന്താണെന്നറിയോ, ദോശയൊന്നും അല്ല കേട്ടോ, ഊത്തപ്പവും അല്ല. പിന്നെ എന്താണിത് എന്നല്ലേ, ഇത് നമ്മൾ പഡ്ഡു ഉണ്ടാക്കാനാണ്. പഡ്ഡു എന്ന് വെച്ചാൽ ഈ പനിയാരം എന്ന് കേട്ടിട്ടില്ലേ? പനിയാരം എന്ന് എല്ലാവരും കേട്ട് കാണും. ഇവിടെ കന്നഡയിൽ ഇത് പഡ്ഡു എന്നാണ് പറയുന്നത്. ഇത് ഡിന്നറിനോ ബ്രേക്ക്ഫാസ്റ്റിനോ ഏത് സമയത്തും സ്നാക്സ് ആയിട്ടോ വൈകുന്നേരം കഴിക്കാൻ ഒക്കത്തിനും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമ്മളിതേ ഇതൊക്കെ ഇട്ട് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ചട്നിയുടെ അല്ലെങ്കിൽ ചമ്മന്തിയുടെ ഐറ്റംസൊക്കെ നന്നായിട്ട് വഴന്നു വന്നപ്പോഴത്തേക്ക് ഞാൻ ഇച്ചിരി കൂടി കാശ്മീരി മുളക് ഇട്ടു. കാരണം എനിക്ക് കളർ കിട്ടില്ല എന്നൊരു തോന്നൽ വന്നുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് നേരെ കൊണ്ടുപോയിട്ട് അരച്ചെടുക്കുക വേണ്ടോ ചൂടാറി കഴിയുമ്പോൾ. വീണ്ടും പഡ്ഡുവിലേക്ക് മടങ്ങാം. അപ്പോൾ വെളിച്ചെണ്ണയിലോ ഓയിലോ അല്ലെങ്കിൽ നല്ലെണ്ണയിലോ കുറച്ച് കടുകും കറിവേപ്പിലയും ഉഴുന്ന് പരിപ്പൊക്കെ ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. ഞാൻ ഇച്ചിരി കായത്തിൻ്റെ പൗഡർ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കടലപ്പരിപ്പ് അങ്ങനെയുള്ള പരിപ്പുകൾ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഇത് നമുക്ക് നേരെ നമ്മുടെ മാവിലേക്ക് കൊണ്ടുപോയിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ സവാളയും ക്യാരറ്റും മല്ലിയിലും പുതിനയിലൊക്കെ ഇട്ട് വഴറ്റിയിട്ട് ആ വഴന്ന് വന്നത് ഈ മാവിലേക്ക് ചേർത്താലും മതി കേട്ടോ. എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇതുപോലെ പനിയാര ചട്ടി അല്ലെങ്കിൽ കുഴിയപ്പച്ചട്ടിയൊക്കെ എടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒഴിച്ചു കൊടുക്കാണ്ട് ഇത് ഉണ്ടാക്കാൻ പറ്റില്ല. എന്നിട്ട് ഓരോരോ തവിയായിട്ട് ഒരു 1/4 ഭാഗം മാത്രം ആയാൽ മതി, മുഴുവനായിട്ട് നിറയ്ക്കേണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഒരു 5-6 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇത് അടിവശം കുക്കാവാൻ തുടങ്ങും. നമുക്കിത് തിരിച്ചിടാൻ പാകം ആയി കിട്ടണം കേട്ടോ. അല്ലെങ്കിൽ ഈ മാവേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒലിക്കാൻ തുടങ്ങും. സെൻറ്ററിൽ ചെറുതായിട്ടുണ്ടായിരിക്കും, അത് സ്വാഭാവികം മാത്രം. അപ്പോൾ നമ്മളിങ്ങനെ മറിക്കാൻ പാകമാകുമ്പോഴത്തേക്കും ഒരു പപ്പടക്കോലോ അല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ടൊക്കെ മറിച്ച് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ മൊബൈലും ഒരു കയ്യിൽ പപ്പടക്കോലും ആയതുകൊണ്ടാണ് എനിക്ക് ശരിക്കും മറയ്ക്കാൻ പറ്റാത്തത് കേട്ടോ. ഇത് മറയ്ക്കണ നേരത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളു വെവാണ്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടായി പോകും കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെന്തതിന് ശേഷം മറിച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു 5 മിനിറ്റ് കൂടി വെച്ച് ഇത് റെഡി ആയിട്ട് കിട്ടും. നല്ല ടേസ്റ്റാണ്. ചമ്മന്തിയോ ചട്നിയോ സാമ്പാറോ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. തനു വേണ്ട, തനു ചെയ്യണ്ട. ഡിന്നർ ഉണ്ടാക്കി അവിടെ വെച്ചപ്പോഴത്തേക്കും ശരത്തരം വന്നിട്ടുണ്ടായിരുന്നു. കേരപുരം റെയിൽവേ സ്റ്റേഷൻ നമുക്ക് അടുത്തായ കാരണം കൊണ്ട് പെട്ടെന്ന് പോയിട്ട് വന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടികൾ ഇതേ പടക്കം പൊട്ടിക്കലും കമ്പിത്തിരി പൊട്ടിക്കലും ഒക്കെ ആയിരുന്നു. ഇവിടെ ഒരു 10 ദിവസം ഉണ്ടാവട്ടെ ഇതുപോലെ പൊട്ടലും ചീറ്റലും സൗണ്ട് കേൾക്കലൊക്കെ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇതേ ഇന്നത്തെ ദിവസം പൊട്ടിച്ച് ഇത് ഇന്നത്തോടു കൂടി തീർന്നിട്ടോ. ഇനി ഇല്ല പൊട്ടിക്കാനായിട്ട്.
എത്ര പെട്ടെന്നാണല്ലോ ഒരു വർഷം തീരുന്നത്. ഇനിയിപ്പോൾ ഒരു മാസം കൂടിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വർഷം തീർന്നു, പുതിയ വർഷമാവും. അപ്പോൾ ഈ ഒരു ദിവാലി കഴിഞ്ഞ് ഇനിയിപ്പോൾ അതാ ക്രിസ്മസ് വരല്ലേ, ഇനി അതിൻ്റെ ആഘോഷം ഉണ്ടായിരിക്കും. ആഘോഷങ്ങൾക്ക് കുറവൊന്നുമില്ല, ഒന്ന് തുടങ്ങാനായിട്ടുള്ള താമസം മാത്രമേ ഉള്ളൂ. എന്താണെങ്കിലും വർഷങ്ങൾ പെട്ടെന്ന് കടന്നു പോകുന്നു, മക്കളൊക്കെ പെട്ടെന്ന് വലുതാവുന്നു. ഇവർ നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ കുട്ടികളാണ്, ഭയങ്കര ഫ്രണ്ട്സാണ് ഇവരായിട്ട് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് എല്ലാവരും ഒന്നിച്ചാണ് കേട്ടോ എല്ലാ പരിപാടികൾക്കും. അപ്പോൾ അതുകൊണ്ട് അവരെയും വിളിച്ചതാണ് കേട്ടോ നമ്മളിതൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം അമ്മ പോയതിൽ ചെറിയ വിഷമം ഉണ്ടെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ. എല്ലാവരും കൂടി ചേരുമ്പോൾ ഒരു സന്തോഷമല്ലേ അല്ലേ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസിലൂടെ അത് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല വ്ളോഗ്സ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരയ്ക്കും നന്ദി, നമസ്കാരം.